പതിവ് പോലെ അമ്മ പണി കഴിഞ്ഞ് വന്ന് ചായ കുടിക്കിരിക്കുമ്പോഴാണ് ആദർശേട്ടൻ പറഞ്ഞത് നമുക്ക് സിനിമയ്ക്ക് പോകാൻ. കേട്ടതും ഞാൻ ഓക്കെ പറഞ്ഞു. അമ്മയ്ക്ക് പ്രാക്ടീസ് ഉള്ള കാരണം അമ്മയ്ക്ക് വരാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞാനും ആദർശേട്ടനും കൂടിയിട്ട് ഇറങ്ങി. രണ്ട് ഓപ്ഷൻ ആയിരുന്നു, പ്രാവിൻകൂട് ഷാപ്പ് കാണാൻ പോകണോ അതോ രേഖാചിത്രം കാണാൻ പോകണോന്ന്. ബേസിലിന് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പ്രാവിൻകൂട് ഷാപ്പാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വേണ്ട ബേക്കറി ഐറ്റംസ് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങി. ഞാനൊരു ഡയറി മിൽക്ക് എടുക്കുകയും ചെയ്തു. ആദർശേട്ടന് വേണ്ട സാധനങ്ങൾ ആദർശേട്ടനും എടുത്തു. നമ്മൾ മുക്കത്തുള്ള PC-യിലാണ് എപ്പോഴും സിനിമ കാണാൻ പോവാറ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ ഇത്രയും തിരക്കുറവ് കാണണം. ഞങ്ങൾ എപ്പോഴും നമുക്ക് വണ്ടി വെക്കാനൊക്കെ സ്പേസ് കിട്ടാതെയും വണ്ടി ഇറക്കാനും കയറ്റാനൊക്കെ പറ്റാതെ നമ്മൾ കുറേ കഷ്ടപ്പെടാറുണ്ട്. ഇന്നൊരു തിരക്കും ഇല്ല, കുറച്ച് ആൾക്കാർ മാത്രം കേട്ടോ. പിന്നെ എൻ്റെ ഹെൽമെറ്റ് വെച്ചിൻ്റെ മുടിയൊക്കെ ആകെ ചപ്രയായിട്ടുണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി. പിന്നെ ഇത് ആദർശേട്ടൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകണം. മിക്കതും നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് വരാറ്. പക്ഷെ ഇന്ന് കുറേ സീറ്റ് അവൈലബിൾ ആയിട്ട് കണ്ടപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. മൂവിക്ക് നേരത്തെ എത്തി ആരെങ്കിലും ഒന്ന് എനിറ്റാൽ മതി, ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്ന സ്ഥലമായിട്ട് ഇത്രയും വിശാലമായിട്ട് കിടക്കുന്ന ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്രേപ്പ് ജ്യൂസും പിന്നെ കൊള്ളി വറുത്തതൊക്കെ വാങ്ങിച്ചു. ആദർശേട്ടൻ ഓടുണ്ട് കേട്ടോ, സിനിമ തുടങ്ങുമ്പോഴേക്കും വേഗം കാണണം എന്ന് പറഞ്ഞിട്ട്. നോക്ക് ഗൈസ്, ഒരൊറ്റ കുട്ടികളില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ, ഒരാളില്ലാതെ. പിന്നെ നോക്കിയപ്പോൾ ഏറ്റവും ലാസ്റ്റ് കുറച്ച് പേരുണ്ട് കേട്ടോ. പിന്നെ അത് സിനിമ തുടങ്ങാറായപ്പോഴേക്കും എൻ്റെ കുറച്ച് പ്രഹസനാണ്, കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് തന്നെ എടുത്തതാണ് കേട്ടോ. പിന്നെ അതാ കുറച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ ജ്യൂസ് ഞാൻ വേഗം കുടിച്ചു. എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. ഇപ്പം എന്താണെന്ന് അറിയില്ല, ഇതിലൊക്കെ മുന്തിരി ഭയങ്കര കുറവാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ കാല് കയറ്റി വെച്ചിരിക്കും ഭയങ്കര ഇഷ്ടം. എപ്പോഴും പറ്റാറില്ല, കാരണം ഫ്രണ്ട് സീറ്റിലെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ ആരുമില്ല വിചാരിച്ചിട്ട് സുഖമായിട്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് രണ്ട് ചേട്ടന്മാർ എൻ്റെ ഓപ്പോസിറ്റ് വന്നിരുന്നത്. അങ്ങനെ ഇങ്ങനെയാണ് ഞാൻ അവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാവും. അപ്പോൾ ആദർശേട്ടൻ നമുക്ക് അപ്പുറത്തിരിക്കാൻ വേണ്ട, ആദർശേട്ടനും കൂട്ടിയിട്ട് ഞാൻ അപ്പുറത്തെ സീറ്റിൽ കയറിയിരുന്നു കേട്ടോ. അങ്ങനെ സിനിമയൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങി. ഇനിയാണ് ഞാൻ ആദർശേട്ടനും തമ്മിൽ ഒരു അടി ഉണ്ടായി ഗൈസ്. ഞാനിങ്ങനെ മൂവിക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രഷ് ആയിട്ട് വരുമ്പോൾ ആദർശേട്ടൻ്റെ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. പക്ഷേ ക്യാമറ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു. വുമൺസ് ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടിലിരുന്ന് വീഡിയോ എടുത്ത് എന്താവും അവസ്ഥ. ആദർശേട്ടൻ നേരെ നോക്കുമ്പോൾ ഫ്രണ്ടിൽ എൻ്റെ ക്യാമറ. അങ്ങനെ ആദർശേട്ടനെ നടന്ന് കുറച്ചേക്ക് ചീത്ത കേട്ടു. അങ്ങനെ അതുവരെ ആദർശേട്ടൻ ഞാൻ മിണ്ടിയിൽ വീടെത്തണം വേണ്ടി. അങ്ങനെ വീടെത്തിയിട്ട് റീനമ്മ വാതിൽ ഓർക്കാൻ വേണ്ടി വെയിറ്റിംഗ് കണ്ടു. അങ്ങനെ അമ്മ വാതിലൊക്കെ തുറന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.